യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, വെളിപാട് 20:8. ഭൂമിയിലെ 4 കോണുകളുമുള്ള ജനതകളെ വഴിതെറ്റിക്കുവാൻ അവൻ പുറത്തു വരും. ഗോഗ്, മാഗോഗ് എന്നിവയെ യുദ്ധത്തിനായി അവൻ ഒന്നിച്ചു കൂട്ടും. ഭൂമിയിലെ എല്ലാ ജനതകളെയും വഴിതെറ്റിക്കുന്നതാണ് യുദ്ധം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ഉദ്ദേശം സുന്ദരമായിരിക്കാം, ലക്ഷ്യം സാർത്ഥകമായിരിക്കാം, ധർമ്മത്തെ മുൻനിർത്തിയായിരിക്കാം. പക്ഷേ മനുഷ്യക്കുരുതിയും മനുഷ്യൻ്റെ രക്തം ചിന്തലും അത് തിന്മയുടെ കളിയാണ്. ഭൂമിയിലെ 4 വശങ്ങളിലുള്ള ജനങ്ങളെ ഒന്നിച്ചു കൂട്ടാൻ അവൻ പുറത്തേക്ക് വരും. തിന്മ പുറത്തേക്ക് വരും. അവരെ ഒന്നിച്ചു കൂട്ടുന്നത് ഒരുമിച്ച് ദൈവഭവനമാക്കാനല്ല, പിന്നെയോ തലതല്ലി ചിതറിക്കാൻ വേണ്ടിയിട്ടാണ്. ഗോഗ്, മാഗോഗ് എന്നിവയെ യുദ്ധത്തിനായി അവൻ ഒന്നിച്ചു കൂട്ടും. ആദ്യം സമരസപ്പെടുത്തും, ഒന്നിച്ചു നിൽക്കാൻ പറയും. പക്ഷേ അവസാനം എല്ലാം ചിഹ്ന ഭിന്നമാകും. കർത്താവിൻ്റെ കരുണയിൽ തമ്പുരാൻ്റെ സമാധാനം ഭൂമിയുടെ അതിർത്തികളിലേക്ക് വരാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രയത്നിക്കാം. നമ്മുടെ കൊച്ചു ജീവിതങ്ങളിൽ, ചുറ്റുവട്ടങ്ങളിൽ പകയും വിദ്വേഷം കൊണ്ട് നേടുന്നതിനേക്കാൾ സ്നേഹവും സമാധാനവും കൊണ്ട് നേടാൻ ഒരു വാശി എനിക്കും നിനക്കും ഉണ്ടാകുമ്പോൾ ഭൂലോക യുദ്ധങ്ങളും അടങ്ങിത്തുടങ്ങും. ഇല്ലെങ്കിൽ അവയെല്ലാം അഗ്നികുണ്ഡം പോലെ കത്തി നമ്മളും ലോകരാജ്യങ്ങളും ഒരുപോലെ ചിന്നിച്ചിതറും. ആമേൻ.